ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ അല്പസമയമായിരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. ഈ ക്ലാസ്സുകളിൽ ലൈവായിട്ട് സംബന്ധിക്കുന്നവരും യൂട്യൂബിൽ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നവരുമായിട്ടുള്ള പല പ്രിയപ്പെട്ടവരും ഈ ക്ലാസ്സുകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു. ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതവരുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും കാരണമായിത്തീരുന്നു എന്ന് പറയുന്നത്, അത് കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനമാണ്. കാരണം കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാക്സിമം കൃത്യതയോടെയും ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അതങ്ങനെ തന്നെ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ രീതിയിൽ കർത്താവ് നൽകി തരുന്ന ഈ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അവിടെ നമ്മൾ ദൈവം നമ്മെ വിളിച്ച ആ വിളിക്ക് യോഗ്യമായവണ്ണം നമ്മൾ നടക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിച്ചു. നമ്മൾ ഇന്ന് അതിൻ്റെ 2-3 വാക്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അത് 1 മുതലുള്ള വാക്യങ്ങൾ തുടർച്ചയായിട്ട് കിടക്കുന്നത് കൊണ്ട് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ വായിക്കാം. ശ്രദ്ധിക്കുക. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃസേവനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് 1-ാം വാക്യം അത് ഒരു ഫുൾ സ്റ്റോപ്പോടുകൂടെയാണ് നിൽക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ആ നടപ്പ് എങ്ങനെ ആയിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് 2-3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ചർച്ച ചെയ്യുന്നത്. അവിടെ 1-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് പൂർണ്ണ വിനയത്തോടും, 2-ാം വാക്യം സൗമ്യതയോടെ ദീർഘക്ഷമയോടെ നടക്കുക, പിന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. ഈ 5 കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് വിളിച്ച വിളിക്ക് യോഗ്യമായിട്ടുള്ള നടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ ഭാഗങ്ങളാണ് വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഒന്നാമത് കാണുന്നത് പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കുക എന്ന് നമ്മളവിടെ കാണുന്നു. പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കുക. അപ്പം കർത്താവ് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒന്നാമത്തെ കാര്യം. ഇംഗ്ലീഷിൽ ഓൾ ലോലിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ താഴ്മയോടെ. വിനയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴ്മയാണ്. താഴ്മ എന്ന് വെച്ചാൽ അറഗൻസിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്താ വിനയം അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത്. അപ്പം കർത്താവ് നമ്മെ വിളിച്ചു എന്ന് നാം പറയുമ്പോൾ പലപ്പോഴും ആളുകളിൽ
ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, കർത്താവ് മറ്റു പലരെയും വിളിച്ചില്ല, എന്നെ വിളിച്ചു എന്ന് ഉള്ള ചിന്ത കാരണം പലപ്പോഴും അറിയാതെ ഒരാത്മിക അഹങ്കാരം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതായിട്ട് ചിലരെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവ് എന്നെ വിളിച്ചതാണ് എന്നുള്ള ആ ഒരു ആത്മിക അഹങ്കാരം. എന്നാൽ ഇവിടെ പറയുന്നത്, അങ്ങനെ വിളിക്കപ്പെട്ടവർ ആ വിളിക്ക് യോഗ്യമായി നടക്കുക എന്ന് പറയുമ്പോൾ, ആ യോഗ്യമായ നടപ്പ് എന്ന് പറയുന്നത് പൂർണ്ണ വിനയത്തിലാണ്, താഴ്മയിലാണ് അവർ നടക്കേണ്ടത് എന്നുള്ളത് നമ്മളൊരിക്കലും മറക്കരുത്. അപ്പം കർത്താവ് നമ്മെ വിളിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മെ വിനയപ്പെടാനായിട്ടാണ് സഹായിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മെ വിളിച്ചത് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ കർത്താവിൻ്റെ കരുണയാലും കർത്താവിൻ്റെ കൃപയാലുമാണ് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ എന്തെങ്കിലും യോഗ്യതയോ ശ്രേഷ്ഠതയോ കൊണ്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ താഴ്മയിലേക്ക്, വിനയത്തിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയുന്നത്. എന്നാൽ കർത്താവിനെ വിളിച്ചത് കൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ ആണ് എന്ന് ഭാവിക്കാനായിട്ട് ആ രീതിയിലുള്ള ആത്മീക അഹങ്കാരത്തിലേക്ക് നാം പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അത് കർത്താവ് നമ്മെ വിളിക്ക് യോഗ്യമായിട്ടുള്ള നടപ്പല്ല. ആ യോഗ്യമായിട്ടുള്ള നടപ്പെന്ന് പറയുന്നത് പൂർണ്ണ വിനയത്തോടെ എല്ലാ അർത്ഥത്തിലും താഴ്മ ധരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ താഴ്മയിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. താഴ്മയിൽ നമ്മുടെ ഏറ്റവും വലിയ മാതൃക കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നോക്കിക്കേ, ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സെഖര്യാ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സെഖര്യാ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സെഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പം അവിടെ പറഞ്ഞത് സിയോൻ പുത്രിയോടും യെരൂശലേം പുത്രിയോടും ആർപ്പിടാനായിട്ട് പറയുകയാണ്. എന്തിനാർപ്പിടണം? നിന്റെ രാജാവ്, അതായത് മസിഹ ക്രിസ്തു, അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, നിന്റെ അടുക്കലേക്ക് വരുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആനന്ദിക്കണം, ആർപ്പിടണം എന്ന് പറയുകയാണ്. ഇനി ആ രാജാവായ ക്രിസ്തു എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായിട്ട്. 3 ഗുണങ്ങളാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നീതിമാൻ. ഓക്കെ, ഒരു രാജാവ് നീതിമാനായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, നീതിമാൻ. 2, ജയശാലി. ഒരു രാജാവ് അവൻ ജയിക്കുന്നവനായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 3-ാമത്തെ കാര്യം, ആ നീതിമാനും ജയശാലിയുമായിട്ടുള്ള രാജാവ് അവൻ താഴ്മയുള്ളവനായിട്ടാണ് വരുന്നത്. അതൊരിക്കലും ഈ ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കാരണം നീതിമാനായ ഒരു രാജാവ്, ജയശാലിയായ ഒരു രാജാവ്, അവനൊരിക്കലും താഴ്മയിൽ വരേണ്ട ആവശ്യമില്ല. അവന് തീർച്ചയായിട്ടും തല ഉയർത്തിപ്പിടിച്ച് അല്പം അഹങ്കാരത്തോടു കൂടെ തന്നെ വരാനായിട്ട് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
കാരണം അവൻ നീതിമാനാണ്, അവൻ ജയശാലിയാണ്. അതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാൻ, അവനെ താഴ്ത്തിക്കെട്ടാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരല്പം അഹങ്കാരത്തോടുകൂടെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് തന്നെ ആ രാജാവിന് യാത്ര ചെയ്യാം. എന്നാൽ മശിഹ അങ്ങനെയല്ല ചെയ്തത്. അവൻ നീതിമാനും ജയശാലിയും ആയിരിക്കുമ്പോൾ തന്നെ അവൻ താഴ്മയുള്ളവനായിട്ടാണ് അവൻ വരുന്നത്. എങ്ങനെ? താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പം ഒരു രാജാവ് ഒരിക്കലും ഒരു കഴുതപ്പുറത്ത് വരിക എന്നുള്ളത് ആർക്കും ചിന്തിക്കാനായിട്ട് കഴിയില്ല. കാരണം രാജാക്കന്മാർ വരുന്നത് രഥങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുതിരപ്പുറത്തെങ്കിലും ആയിരിക്കണം. കാരണം കഴുത എന്ന് പറയുന്നത് കച്ചവടത്തിന് ഉള്ള സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകാനും കച്ചവടക്കാരെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് കഴുത എന്ന് പറയുന്നത്. അതൊരിക്കലും രാജാവിൻ്റെ വാഹനമൃഗമല്ല. രാജാവിൻ്റെ വാഹനമൃഗം കുതിരയാണ്. അപ്പോൾ കുതിരപ്പുറത്ത് തല ഉയർത്തിപ്പിടിച്ചു വരുന്ന ഒരു രാജാവിനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുതിരയും തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുക. എന്നാൽ കഴുത എങ്ങനെയല്ല, കഴുത തല താഴ്ത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അപ്പം തല ഉയർത്തി നടക്കുന്ന കുതിരപ്പുറത്ത് തല ഉയർത്തി വരുന്ന ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ അവരോട് പറയുക, നിന്റെ രാജാവ് അവൻ താഴ്മയുള്ളവനായിട്ട് ഒരു കഴുതയുടെ പുറത്ത്, ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് അവൻ കയറി വരുന്നത് എന്നാണ് പ്രവാചകൻ മസിഹയെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചനം അവിടെ നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ടു, യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു, അവൻ കയറി ഇരുന്നു. അപ്പം പ്രവാചകൻ യേശു താഴ്മയുള്ള രാജാവായിട്ടാണ് വരുന്നത് എന്ന് പ്രവചിച്ചെങ്കിൽ ആ പ്രവചനം 100% പൂർത്തിയാകത്തക്ക രീതിയിൽ യേശു താഴ്മയുള്ളവനായി ആ കഴുതയുടെ പുറത്ത് കയറിയാണ് എന്ത് ചെയ്തത്? അവൻ യെരുസലേമിലേക്ക് പ്രവേശിച്ചത്. യേശുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എവിടെയും ഈ താഴ്മ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ പരിചയമുള്ളൊരു ഭാഗമാണിത്. ഫിലിപ്പി ലേഖനം 2 അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, അപ്പം അവൻ ദൈവരൂപത്തിലിരിക്കുകയായിരുന്നു. ദൈവത്തോട് അവന് സമത്വം ഉണ്ടായിരുന്നു, ഈക്വാലിറ്റി വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് അവന് സമത്വം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ അത് തനിക്കായിട്ട്, അത് തൻ്റെ പക്കൽ ആ സമത്വം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നവൻ ചിന്തിച്ചില്ല. പകരം അവൻ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. അപ്പം ദൈവത്തോട് തുല്യത ഉണ്ടായിരുന്നവൻ അവൻ ദാസനായിട്ട് മാറി. ദൈവം യജമാനാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവം രാജാവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ രാജാവായിരുന്നവൻ അവൻ ആരായിട്ട് മാറി? ദാസനായിട്ട് മാറി. ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. മറ്റാരെങ്കിലും യേശുവിനെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, യേശു തന്നെത്താൻ താഴ്ത്തുകയാണ് ചെയ്തത്.
ഓക്കെ, പിതാവ് അവനെ താഴ്ത്തുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും യേശുവിനെ താഴ്ത്തുകയല്ല ചെയ്തത്. യേശു സ്വയമായിട്ട് തന്നെത്താൻ താഴ്ത്തി. ആ താഴ്മ അവൻ സ്വയമായിട്ട് ഏറ്റെടുത്തു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കൂ, ഈ ലോക ചരിത്രത്തിൽ ഇത്രയും താഴ്മ ധരിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. ഇവിടെ അനേക മനുഷ്യർ തങ്ങൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ ദൈവമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടെന്നാൽ ദൈവം മനുഷ്യനായിട്ട് വന്ന്, അതും ഏറ്റവും താഴ്മയിലേക്ക് ഇറങ്ങി വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തുന്ന ഒരു ദൈവത്തെ, ഒരു വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാനായിട്ട് കഴിയില്ല. യേശുവിൽ മാത്രമേ അത് കാണാനായിട്ട് കഴിയുകയുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ യേശു ഈ ലോകത്തിലേക്കുള്ള തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ളൊരു വാക്യമാണത്. മത്തായി 10:45. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത് മറ്റുള്ളവരെ കൊണ്ട് തനിക്ക് ശുശ്രൂഷ ചെയ്യിക്കാനല്ല. അവന് വേണമെങ്കിൽ ഒരു രാജാവെന്നുള്ള നിലയിൽ, മസിഹ എന്നുള്ള നിലയിൽ, ദൈവം എന്നുള്ള നിലയിൽ മനുഷ്യരെ കൊണ്ട് അവന് ശുശ്രൂഷ ചെയ്യിക്കാമായിരുന്നു. പക്ഷേ അവൻ തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുന്നതിന് പകരം താൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനായിട്ട് മാറി. ആ കർത്താവാണ് നമ്മെ വിളിച്ചത്. ആ വിളി കേട്ട നമ്മൾ വിളിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ആത്മീകമായി അഹങ്കരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മെ വിളിച്ചവൻ ഉന്നതനായിരുന്നിട്ടും അവൻ തന്നെത്താൻ താഴ്ത്തിയവനാണ്. എന്നാൽ വിളിക്കപ്പെട്ട നമ്മൾ എന്തോ ആണെന്ന് ഭാവിച്ച് ആത്മിക അഹങ്കാരത്തോടു കൂടെ നടക്കുമ്പോൾ അതാ വിളിക്ക് യോഗ്യമായ നടപ്പല്ല അത്. കാരണം നമ്മളെ വിളിച്ചവൻ അവനേറ്റവും ഉന്നതനായിരുന്നെങ്കിലും അവനേറ്റവും താഴത്തേക്ക് താഴ്ത്തിയവനാണവൻ, വിനയപ്പെട്ടവനാണവൻ. അവനാണ് നമ്മളെ വിളിച്ചത്. ആ വിളിക്ക് യോഗ്യമായ നടപ്പെന്ന് പറയുന്നത് നമ്മളെ തന്നെ താഴ്ത്താൻ തയ്യാറുള്ളവനാണ്. അതാണ് അല്ലേ? ഇതേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 45-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്, 10-ാം അധ്യായത്തിൻ്റെ. അതിൻ്റെ 42 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കൊരു ഉപദേശം കൊടുക്കുക. എന്താണ്? യേശുവിനെ അടുക്കെ വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു എന്നും അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതായത് നേതാക്കന്മാർ വലിയ ആളുകളായിട്ട് ഭരിക്കുന്നത് അതാരുടെ രീതിയാണ്? ജാതികളുടെ രീതിയാണ്. ഇന്ന് പലപ്പോഴും ഈ ജാതികളുടെ രീതിയാണ് സഭകൾക്കകത്ത് വന്നിരിക്കുന്നത്. നേതാക്കന്മാരെന്ന് പറയുന്നവർ അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുമാതിരി എഴുന്നള്ളി വരുന്നത് പോലെ അവരെ അങ്ങ് സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് ഇരുത്തുന്നു. അവരാരോടും മിണ്ടുന്നില്ല, ഇങ്ങനെ വലിയ വെയിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തൊക്കെ പ്രകടനങ്ങളായത്! കർത്താവ് പറഞ്ഞു അത് ജാതികളുടെ രീതി, അത് സഭയുടെ ദൈവമക്കളുടെ വിളിക്കപ്പെട്ടവരുടെ രീതി അല്ല. അത് ജാതികളുടെ രീതിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെയൊക്കെ സഭകളിൽ ഒരു സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് വിളിക്കപ്പെട്ടവരുടെ രീതി അല്ല, അത് ജാതികളുടെ രീതിയാണ്. എന്നിട്ട് കർത്താവ് പറയുക 43-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. കർത്താവ് അത് വിലക്കിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്, അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം.
അപ്പം മഹാനാകണമെങ്കിൽ സഭയ്ക്കകത്ത് ആത്മീയ മണ്ഡലത്തിൽ മഹാനാകണമെങ്കിൽ സ്റ്റേജിൻ്റെ മുകളിൽ കയറി മൈക്ക് പിടിക്കാനല്ല കർത്താവ് പറഞ്ഞത്. എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നിങ്ങൾ എല്ലാവരുടെയും ശുശ്രൂഷക്കാരൻ, ദാസനാകണം. ഇന്ന് അതിന് തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? എല്ലാവരും സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടിട്ട് വലിയ നേതാക്കന്മാർ, കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായിട്ട് ഈ തലമുറകളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അതിനകത്ത് ഭയങ്കര വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. അതല്ല സഭ, അതല്ല ക്രിസ്തീയത, അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും ദാസനായിത്തീരുന്നതാണ്. സെർവൻ ലീഡർഷിപ്പാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മറക്കരുത്. ഞാൻ വിശ്വാസികളോടും ശുശ്രൂഷകന്മാരോടും നേതാക്കന്മാരോടും എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. അത് ജാതികളുടെ ഇടയിലെ മര്യാദയാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിത്തീരണം. 44 വാക്യം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നതും ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിപ്പാനാണ്. ഇന്ന് നമ്മൾ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായി. കർത്താവ് ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്നത്, നമ്മൾ ശുശ്രൂഷ ചെയ്യിക്കാനാണ് വരുന്നത്. കർത്താവിനേക്കാൾ വലിയ പുള്ളികളായി നമ്മൾ. ഇതെങ്ങോട്ടായി പോകുന്നത്? എന്താണ് ആത്മീകതയെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട്? എന്താണ് ഇത്? പ്രസംഗത്തിൻ്റെ പാടവത്തിലൂടെയല്ല ആത്മീക നേതൃത്വം നിലനിൽക്കേണ്ടത്. അവിടെ സ്വഭാവശ്രേഷ്ഠതയാണ് വെളിപ്പെടേണ്ടത്. പലപ്പോഴും നമുക്ക് ആത്മീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, താഴ്മയ്ക്ക്, വിനയത്തിന് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ 18 മുതൽ വായിക്കാം. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ, ആര്? 17-ാം വാക്യത്തിൽ പറയുന്നു, മിലത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പം ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ് ലേഖനത്തിൽ ആ വായനക്കാരായിട്ടുള്ള എഫസോസിലെ സഭയിലെ മൂപ്പന്മാരെ പൗലോസ് വരുത്തിയിട്ട് അവരോട് സംസാരിക്കുകയാണ്. 18-ാം വാക്യം തൊട്ട്, അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയായിരുന്നു എന്നും വളരെ താഴ്മയോടെയും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പറയുകയാണ്. എന്താണ്? 18-ാം വാക്യത്തിൽ, ഞാൻ ആസിയിൽ വന്ന, നിങ്ങളുടെ അടുക്കൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും എങ്ങനെയായിരുന്നുവെന്നും വളരെ താഴ്മയോടെയും കണ്ണുനീരോടെയും. അപ്പോൾ പൗലോസ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വളരെ താഴ്മയോടെയാണ്. വളരെ താഴ്മയോടെ. അപ്പോൾ താഴ്മയുടെ 2-ാമത്തെ എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. 1-ാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു തന്നെയാണ്. 2-ാമത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹം പറയുക, എഫസോസിലുള്ള മൂപ്പന്മാരോട് പറയുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു? വളരെ താഴ്മയോടെ ആയിരുന്നു. വളരെ താഴ്മയോടെ. അതിനകത്തൊരു പ്രയോഗം എന്നെ
വല്ലാതെ ചലഞ്ച് ചെയ്തു. പൗലോസ് പറയുക, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും. ഈ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് പുതുതായിട്ട് ചെല്ലുമ്പോൾ നമ്മളും ഭയങ്കര താഴ്മയൊക്കെ കാണിക്കും. അത് സത്യത്തിൽ അഭിനയമാണ്. എന്നാൽ ഒരു സഭയിൽ കുറച്ച് പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ ഭരിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ പൗലോസ് പറയുക, ഞാൻ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും ഈ താഴ്മയോടെ തന്നെയാണ് നിങ്ങളുടെ അടുക്കൽ നിന്നതെന്ന്. അങ്ങനെ പറയാനായിട്ട് നമ്മൾ എത്ര പേർക്ക് കഴിയും? വന്ന 1-ാം നാൾ മുതൽ, അന്ന് മുതൽ എല്ലായ്പ്പോഴും, ഓൾവേസ്, എല്ലായ്പ്പോഴും ഞാൻ താഴ്മയോടെയാണ് നിങ്ങളുടെ ഇടയിൽ നിന്നത് എന്ന് നമ്മിൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? പൗലോസിന് അങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞു. താഴ്മ, വിനയം, അത് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായിട്ടുള്ളതാണ്. ഇനി 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രരായവർ. നോക്കൂ, ദരിദ്രരായവർക്ക് അവർക്ക് നിഗളിക്കാനായിട്ട്, അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം അവർക്കറിയാം അവർ ദരിദ്രരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരവർ. ഒന്നുമില്ലാത്തവന് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ അവൻ അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? അതാണ് ദരിദ്രൻ. അപ്പം ഭൗതികമായിട്ട് ദരിദ്രരായി തീർന്നു കഴിഞ്ഞാൽ അഹങ്കാരമില്ലാതിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഭൗതികമായിട്ട് ദാരിദ്ര്യത്തിലാണെങ്കിലും അഹങ്കരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീയമായിട്ട് അഹങ്കരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കർത്താവോട് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് വെച്ചാൽ ആത്മീകമായിട്ട് അല്പം പോലും അഹങ്കരിക്കുവാൻ ഇല്ലാത്തവർ. നമ്മളൊക്കെ ആത്മീകമായിട്ട് അഹങ്കരിക്കുന്നവരാണ്, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ചുങ്കക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീശൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കാരണം അവൻ അഹങ്കരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അവന് ചിലതൊക്കെ ഉണ്ട്. അവൻ പറയാം, ഞാൻ ആരല്ല, പിടിച്ചുപറിക്കാരനല്ല, ഞാൻ നീതികെട്ടവനല്ല, വ്യഭിചാരിയല്ല, മറ്റു മനുഷ്യരെ പോലെ ഒന്നുമല്ല, ഈ ചുങ്കക്കാരനെ പോലെയും അല്ല. അവൻ അഹങ്കരിക്കാൻ, ആത്മീകമായിട്ട് അഹങ്കരിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും മിക്കവാറും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച സഭായോഗത്തിനായിരിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. പിന്നെ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അവന് അഹങ്കരിക്കാൻ ഒത്തിരിയുണ്ട്. അവൻ ആത്മാവിൽ ദരിദ്രനല്ല, അവൻ ആത്മീക അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ്. പലപ്പോഴും നമ്മളും മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നത്?
ഞാൻ അവനെ പോലെയല്ല, ഞാൻ ഇവനെ പോലെയല്ല, ഞാൻ അവനേക്കാളൊക്കെ എന്തോ ശ്രേഷ്ഠനാണ്, വലിയവനാണ്, മിടുക്കനാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളും ആ പരീശനെ പോലെ ആത്മീക അഹങ്കാരത്തിലേക്കാണ് പോകുന്നത്. നല്ല ചുങ്കക്കാരൻ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവനാകെ പറയാനുള്ളത് ഞാൻ പാപിയാന്ന് മാത്രമേ ഉള്ളൂ. പരീശന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ചുങ്കക്കാരൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കർത്താവെ ഞാൻ പാപിയാ. എന്നിട്ട് കർത്താവ് പറയുക, അവൻ നീതീകരിക്കപ്പെട്ടു. ആര്? ചുങ്കക്കാരൻ. എന്താ കാര്യം? അവൻ ആത്മാവിൽ ദരിദ്രനായിരുന്നു, അവൻ അഹങ്കരിക്കാനൊന്നുമില്ലായിരുന്നു. എന്താ പറയുക, മറ്റവൻ അങ്ങനെയല്ല. പരീശൻ നീതീകരിക്കപ്പെട്ടില്ല, അവന് ദൈവരാജ്യവും കിട്ടിയില്ല, അവൻ പിടിച്ചു പറിക്ക് പോയിട്ടില്ല, അവൻ നീതികേടിന് പോയിട്ടില്ല, അവൻ വ്യഭിചരിക്കാൻ പോയിട്ടില്ല, അവൻ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് ഉപവസിക്കാറുണ്ട്, അവൻ കിട്ടുന്നതിലൊക്കെ ദശാംശം കൊടുക്കാറുണ്ട്. പക്ഷേ നീതീകരണം കിട്ടിയില്ല, ദൈവരാജ്യം കിട്ടിയില്ല. എന്നാ കാര്യം? ആത്മീക അഹങ്കാരം. എന്നാൽ ചുങ്കക്കാരൻ ഇതൊന്നും പറയാനില്ല. അവന് പറയാനുള്ള, കർത്താവ് ഞാൻ പാപിയാന്ന് മാത്രമേ പറയാനുള്ളൂ. അവനാണ് നീതീകരിക്കപ്പെട്ടത്, അവനാണ് ദൈവരാജ്യം. ഇതാണ് നമ്മുടെ വിളി, മറക്കരുത്. നമുക്ക് ദൈവരാജ്യം ലഭിച്ചെങ്കിൽ, നമുക്ക് നീതീകരണം ലഭിച്ചെങ്കിൽ, അത് നമുക്കൊരു യോഗ്യതയുമില്ലെന്ന് നാം സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. എന്തെങ്കിലും യോഗ്യത നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നാം നീതീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ സഭയിൽ പോകുന്നവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, വേണം അന്യഭാഷയും പ്രവചനവും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്കെന്തെങ്കിലും യോഗ്യത ഉണ്ടെന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നാം നീതീകരിക്കപ്പെട്ടിട്ടില്ല, ദൈവരാജ്യം നമുക്ക് ഇല്ല. കാരണം ദൈവരാജ്യം, നീതീകരണം അത് ആത്മാവിൽ ദരിദ്രരായവർക്കാണ്, താഴ്മയുള്ളവർക്കത്, അഹങ്കാരികൾക്കല്ല. മറക്കരുത്. അതാണ് നമ്മുടെ വിളി. അതാ എഫെസ്യർ പറഞ്ഞത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടെ താഴ്മയോടെ നടക്കുക. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാനായിട്ട് പോകുക. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 1 കൊരിന്ത്യർ 13:5. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 4ഉം 5ഉം വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു എഫെസ് ലേഖനം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ യൂണിറ്റിയെക്കുറിച്ച്, ഐക്യതയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞുണ്ട്. ആ യൂണിറ്റിയിലേക്ക്, ആ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിഗളിക്കുകയില്ല, ഒരിക്കലും ചീർക്കുകയില്ല. നാം വലിയവനാണെന്ന് ഭാവിക്കാനായിട്ട്, നാം എന്തോ ആണെന്ന് ചിന്തിക്കാനായിട്ട്, ഭാവിക്കാനായിട്ട് നമുക്കൊരിക്കലും കഴിയില്ല. കാരണം നാം വിളിക്കപ്പെട്ടത് എങ്ങനെയാണെന്നും എവിടേക്കാണ് വിളിക്കപ്പെട്ടതെന്നും നമുക്ക് അറിയാം. പ്രിയമുള്ളവരെ, എഫെസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. എങ്ങനെ? 1, പൂർണ്ണ വിനയത്തോടെ സകല താഴ്മയോടും കൂടെ നടക്കുക. നമ്മുടെ മുമ്പിൽ താഴ്മയുടെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവാണ്. 2, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ ആ താഴ്മയുടെ പ്രായോഗവശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആത്മീക അഹങ്കാരത്തിൽ നിന്ന് നാം എന്തൊക്കെയൊക്കെ ആണെന്ന് ഭാവിച്ച് മറ്റുള്ളവരെ വില കുറച്ച് കാണുന്ന,
ആ വില കുറഞ്ഞ സ്വഭാവത്തിൽ നിന്ന് രാത്രി നമുക്ക് മടങ്ങി വരാം. താഴ്മയിലേക്ക്, വിനയത്തിലേക്ക് മടങ്ങി വരാം. നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവിടെ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം സകല താഴ്മയോടും കൂടെ പൂർണ്ണ വിനയത്തോടു കൂടെ നടക്കുവാൻ, മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, ആ സെർവൻ ലീഡർഷിപ്പ്, നേതൃത്വത്തിൻ്റെ ആ ദാസ രൂപം, അത് ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് അത് ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രായോഗികമാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ അനുഗ്രഹിക്കണം. അവിടെ ആവശ്യങ്ങളിൽ, അവിടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കരം അവരോടൊന്നിച്ചുണ്ടായിരിക്കണം. എല്ലാ നിലയിലും ദൈവം അവരെ സഹായിക്കണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.